ഹലോ ഗായ്സ്, 3 മാസത്തെ ലോങ് വെക്കേഷന് ശേഷം ഞാൻ തിരിച്ച് സിഡ്നി എത്തിയിരിക്കുകയാണ്. സിഡ്നി എത്തിയതല്ലേ ഉള്ളൂ, എന്നാൽ പിന്നെ കുറച്ചു നേരം കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. വീട്ടിലൊരു വസ്തു ഇരിപ്പില്ല. വയറ്റിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ചെല്ലണമെങ്കിൽ പുറത്ത് തന്നെ ഇറങ്ങണം. അവിടെ കിട്ടിയ തുണി ഇട്ടിട്ട് ഞാൻ ഇറങ്ങിയതാണ്. വായിക്കൂടെ പോകുവാന്നുണ്ടോ, അത്രയ്ക്ക് തണുപ്പാണ്. സിഡ്നിയിൽ അല്ലെങ്കിലും എല്ലാ കാലാവസ്ഥയും എക്സ്ട്രീമാണ്. ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്, അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. സമ്മർ സീസൺ ആയ ഒരു 40-42 ഡിഗ്രി സെൽഷ്യസ്, അങ്ങോട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പൊള്ളിപ്പോവും. വിന്റർ സീസൺ ആയാലോ തണുത്ത് മരവിച്ച് ഒരു പരുവാവും. ഇച്ചിരിയെങ്കിലും കൊള്ളാവുന്ന മാസങ്ങളാണ് ഒക്ടോബർ, പിന്നെ നവംബർ, അല്ലെങ്കിൽ ഏപ്രിൽ, മെയ്. അതാണെങ്കിൽ നാട്ടിൽ പോവുകയും ചെയ്ത്. നല്ല തണുപ്പാ, എനിക്ക് വയ്യായേ. കുറച്ച് കഴിയുമ്പോൾ അഡ്ജസ്റ്റ് ആവുമായിരിക്കും. ആയാ മതിയായിരുന്നു. ഇപ്പം ഞങ്ങൾ പോകുന്നത് റൗസിൽ ടൗൺ സെൻറ്റർ ആണ്. ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരമുണ്ട് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റൗസിൽ ടൗൺ സെൻറ്ററിലേക്ക്. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ കേട്ടോ. ഈ ഒരു ട്രാഫിക് ലൈറ്റ് കൂടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടൗൺ സെൻറ്റർ എത്തി. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇവിടെ കിട്ടും. എല്ലാ കൈൻഡ്സ് ഓഫ് ഷോപ്സും ഇവിടെ ഉണ്ട്. ഡ്രസ്സിന് ഡ്രസ്സ്, ഗ്രോസറിക്ക് ഗ്രോസറി, ഇലക്ട്രോണിക്സിന് ഇലക്ട്രോണിക്സ്, ഗെയിംസ് ഉണ്ട്, പാർക്കുണ്ട്, അങ്ങനെ എല്ലാം. ഒരു പ്രശ്നമേ ഉള്ളൂ, 5 മണിയാകുമ്പം ഓസ്ട്രേലിയയിൽ മിക്ക ഷോപ്പുകളും അടയ്ക്കും. ടൈം സോൺ. ഒരു സമയത്ത് എൻ്റെ ഒരു മേജർ എൻ്റർടൈൻമെൻറ്റ് പ്ലേസ് ആയിരുന്നു ഇത്. ഇവിടുത്തെ ക്ലോ മെഷീനിൽ കളിച്ച് ഞാൻ കുറേ സോഫ്റ്റ് ടോയ്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. ദേ കണ്ടില്ലേ, മിക്ക ഷോപ്പുകളും അടച്ചു കഴിഞ്ഞു. കോൾസ്, വൂൾവേർട്സ്, അങ്ങനത്തെ വലിയ വലിയ ഷോപ്സുകൾ മാത്രമേ തുറന്നു വെച്ചിട്ടുള്ളൂ. ഈ ഫാമേഴ്സ് ലാൻഡ് ഉണ്ടല്ലോ, ഇവിടെ കിട്ടാത്ത പച്ചക്കറികളില്ല. പക്ഷേ എല്ലാം അടച്ചു. ആദ്യം കണ്ടത് കോൾസ് ആണെങ്കിൽ ഞങ്ങൾ പോയത് വൂൾവേർത്തിലാണ്. കാരണം ചേട്ടന് ഫ്ലൈ ബൈസ് കാർഡ് ഇവിടെ ആണുള്ളത്. അതെ, ഒന്നെങ്കിലും ഞാൻ ഇത്രയും ദൂരം വന്നില്ലേ, ഒരു ബൊക്കെയൊക്കെ ഞാൻ ഡിസേർവ് ചെയ്യുന്നില്ലേ. വലിയ കാര്യത്തെ 2 ബാസ്ക്കറ്റൊക്കെ എടുത്ത്. എന്ത് വാങ്ങിക്കാനാണെന്ന് ഞാൻ അധികമൊന്നും ഡിസൈഡ് ചെയ്തില്ല. ഒരു ക്വിക്ക് ഷോപ്പിംഗ് അല്ലേ, അപ്പോൾ അത്യാവശ്യം വേണ്ടുന്നത് മാത്രമേ വാങ്ങിക്കാനുള്ള ഒരു പ്ലാനുള്ളൂ എനിക്ക്. നമുക്ക് വെറൈറ്റി പിടിക്കാം, അതായത് പൊട്ടറ്റോ. നാട്ടിൽ 1 കിലോയ്ക്ക് എന്തോ 27 എന്തോ തോന്നുന്നു സ്മാർട്ട് റിലയൻസിൽ. പക്ഷെ ഇവിടെ നോക്കി 1 കിലോയ്ക്ക് $3.90 പൈസ നോക്കി എന്ന് കഴിഞ്ഞാൽ ഞാൻ പോകില്ല. നമുക്ക് തൽക്കാലം ആവശ്യത്തിന് മതിയാവും. ഇത് തന്നെ ധാരാളമായിരിക്കും, ഇത്രയും മതി. ഇനി നമുക്ക് ഉള്ളി വാങ്ങാം. 2 ടൈപ്പ് ഓഫ് ഉള്ളിയുണ്ട്. ഒന്ന് $5.70, $3.70. നമുക്ക് നാട്ടിലാണെങ്കിൽ അത് എടുത്തത്, പക്ഷെ ഇവിടെ നമുക്ക് ചെറുതായി ഞാൻ ഈ എടുക്കുന്ന മുളകുണ്ടല്ലോ, അതെൻ്റെ ഫേവറേറ്റ് ആണ്. കാന്താരി മുളകൊക്കെയാണിത്. 1 കിലോയ്ക്ക് $35. ഞാൻ അധികം ഒന്നും വാങ്ങുന്നില്ല കേട്ടോ. പെട്ടെന്ന് ഒന്ന് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങുന്നുള്ളൂ. 4 സ്റ്റാർ റേറ്റിംഗ് ആണ്. അത്യാവശ്യം കുഴപ്പമില്ല. ഫൈബർ ഉണ്ട്, നോ ആർട്ടിഫിഷ്യൽ കളേഴ്സ് എന്നൊക്കെ പറയും. പിന്നെ നമ്മൾ എടുക്കാനുള്ള മെയിൻ കാരണം ഇത് ഹാഫ് പ്രൈസ് ആണ്. സാധാരണ ഇതിൻ്റെ വില $9.50 ആണ്. ഇപ്പോൾ നമുക്ക് $4.75 കിട്ടും. ഇത് ലാഭമാണ്, എടുക്കാമല്ലേ. ബ്രേക്ക്ഫാസ്റ്റിന് ഇത് നമുക്ക് ഒപ്പിക്കും. ഹാഫ് ഓഫ് ആയതുകൊണ്ട് ഞങ്ങൾ 2 പാക്കറ്റ് വാങ്ങി കേട്ടോ. ഇത് കണ്ടോ, സീരിയൽസിൻ്റെ സെക്ഷനാണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സീരിയൽസ് വരെ ഇവിടെ ഉണ്ട്.
ചോക്കോസ് എടുത്തു, ഇനി പാലെടുക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ പാലിൻ്റെ ഏരിയയിൽ വന്നതാണ്. ഇവിടെയും വെറൈറ്റി ഓഫ് പാലുകളുണ്ട്. ഫുൾ ക്രീം, ലൈറ്റ് ക്രീം, അങ്ങനെ 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 നീണ്ട് കിടക്കുവാണ്. ഞങ്ങൾ 3 ലിറ്റേഴ്സിൻ്റെ പാലാണ് എടുത്തത്. തൽക്കാലത്തേക്ക് അത് മതിയാവും. പിന്നെ ഞങ്ങൾ വന്നത് റാപ്സിൻ്റെ ഏരിയയിലാണ്. കുറച്ച് ദിവസത്തേക്ക് ഫുള്ള് എളുപ്പപ്പണി നോക്കിയേ പറ്റൂ, കാരണം എനിക്ക് ഒരുപാട് ക്ലീൻ ചെയ്യാനുണ്ട് വീട്ടിൽ. ഞാനില്ലാത്ത സമയത്ത് ചേട്ടൻ ഫുള്ള് ഈ റാപ്പിലാണ് കേട്ടോ സർവൈവ് ചെയ്തത്. അപ്പോൾ പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ട ഒരു കമ്പനിയുടെ റാപ്പാണ് ഇപ്പോൾ എടുത്തത്. ഈ ഒരു സെക്ഷനിൽ റാപ്സ്, ബ്രെഡ്സ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കിട്ടും. ഇതേ നോക്കി, ഓട് വൺ ഔട്ട് പോലെ ഒരു സാൻഡ്വിച്ച് കട്ടർ. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഇതെടുത്തു കേട്ടോ. 7 റാപ്പാണ് കേട്ടോ ഒരു പാക്കറ്റിൽ വരുന്നത്. പിന്നെ ഞങ്ങൾ വന്നത് മുട്ട വാങ്ങാനാണ്. എന്താണെന്നറിയത്തില്ല, ഇവിടുത്തെ മുട്ടയൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. ഇതേ കണ്ടില്ലേ, ഒരു ഡസൻ മുട്ടയ്ക്ക് $6.60 ആയിരുന്നേ. ഞാൻ വന്ന സമയത്ത് $4 വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു സമയത്ത് $9 വരെ ആയിട്ടുണ്ട് കേട്ടോ. ഈ മുട്ട എങ്ങനെ ഇളക്കി നോക്കുന്നത് മുട്ട പൊട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ വന്നത് യോഗേർട്ട് വാങ്ങാനാണ് കേട്ടോ. കണ്ടില്ലേ, പല വെറൈറ്റി ഓഫ് യോഗേർട്ട്സ് ഇവിടെ ഉണ്ട്. യോഗേർട്ട്സിന് വേണ്ടിയിട്ട് ഒരു സെക്ഷൻ തന്നെ ഉണ്ട്. ഫ്ലേവർ ഉള്ളതും ഫ്ലേവർ ഇല്ലാത്തതുമായിട്ടുള്ള കുറേ യോഗേർട്ട്സ് ഉണ്ട്. ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് അൺഫ്ലേവേർഡ് ആയിട്ടുള്ള ഗ്രീക്ക് യോഗേർട്ടാണ്. എനിക്ക് അതാണ് കേട്ടോ ഇഷ്ടം. ഇപ്പോൾ ഒരു ചെറിയ ഡപ്പ മാത്രമേ എടുത്തിട്ടുള്ളൂ, പിന്നെ നമുക്ക് വാങ്ങാമല്ലോ. അങ്ങനെ ഫൈനലി ചെക്കൗട്ട് എത്തി. ഇവിടെ കൂടുതലും സെൽഫ് ചെക്കൗട്ടാണ് കേട്ടോ. എനിക്കിത് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ നമ്മളിങ്ങനെ വെച്ചാൽ മതി, അതിൻ്റെ കിലോയും അത് എന്താണ് എന്നുൾപ്പെടെ സ്ക്രീനിൽ വരും. ടെക്നോളജിയുടെയൊക്കെ ഒരു വളർച്ചയെ. കണ്ടില്ലേ, ഈ ഇമ്മിണി സാധനത്തിനായത് $36.55 കേട്ടോ. ഇറങ്ങിയപ്പോഴാണ് ഓർത്തത് വെളുത്തുള്ളി വാങ്ങാൻ മറന്നുപോയി. അപ്പം ഇനി തിരിച്ചു നടക്കണ്ട, കോൾസിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് വൂൾവേർട്സിനെക്കാട്ടിലും എന്താണെന്ന് അറിയത്തില്ല, കോൾസ് ആണ് കേട്ടോ കൂടുതലും ഇഷ്ടം. 2 കടയിലും ഒരേപോലത്തെ ഐറ്റംസ് ആണെങ്കിലും എന്തോ ഒന്നുണ്ട് ഈ കോൾസിൽ എന്നെ അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട്. അതിൻ്റെ ലൈറ്റിംഗ് ആണോ അല്ലെങ്കിൽ ആ ഫുൾ സെറ്റപ്പ് ആണോ എനിക്കറിയത്തില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോൾസ്. പക്ഷേ ഫ്ലൈ ബൈ സ്ക്വാഡ് വൂൾവേർട്സിലാണ് ഉള്ളത്. ആൻഡ് വൺ മോർ തിങ്, കോൾസിൽ ഇന്ത്യൻ സെക്ഷനും കൂടിയുണ്ട് കേട്ടോ. അങ്ങനെ വെളുത്തുള്ളി എടുത്തു. വളരെ കുറച്ച് മതിയായിരുന്നു കേട്ടോ, അതാണ് ഞാൻ ഇത്രയും എടുത്തത്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ഈ ഇലകൾ ഇങ്ങനെ പൊഴിഞ്ഞെടുക്കുന്നത് കണ്ടത്. ഞാനത് കുറച്ച് നേരം ഇങ്ങനെ തട്ടി കളിച്ചുകൊണ്ട് നടന്നു കേട്ടോ, ചുമ്മാ ജസ്റ്റ് ഫോർ ഫൺ. പിന്നെ ഞങ്ങൾ മക്ഡൊണാൾഡ്സിൽ വന്നു. ചേട്ടന് ബർഗർ മേടിക്കാനുണ്ടായിരുന്നു, എനിക്ക് ഉച്ചയ്ക്ക് വാങ്ങിച്ച ബിരിയാണി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. കൂടുതൽ സിഡ്നി വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാമേ. ടിൽ ദെൻ ടാറ്റാ.